ആഫ്രിക്കയിൽ വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് മൊറോക്കോ. രാജ്യത്തിൻ്റെ പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രവും വടക്ക് മെഡിറ്ററേനിയൻ കടലുമാണ്. അൾജീരിയയും മൗറിറ്റാനിയയും കര അതിർത്തികൾ പങ്കിടുന്നു. അറബി ഭാഷയിൽ ഈ പ്രദേശം മഗ്രിബ് എന്ന് അറിയപ്പെടുന്നു. പടിഞ്ഞാറ് അഥവാ സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലം എന്നർത്ഥം. ഒരു ബഹുസാംസ്കാരിക രാഷ്ട്രമായ മൊറോക്കോ ബെർബർ, ആഫ്രിക്കൻ, അറേബ്യൻ, യൂറോപ്യൻ സംയോജനത്തെ പ്രതിഫലിപ്പിക്കുന്നു. അറ്റ്ലാന്റിക് മെഡിറ്ററേനിയൻ ജലാശയങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന 3500 കിലോമീറ്റർ കടൽത്തീരമുള്ള മൊറോക്കോ അനന്തമായ തീരദേശ സൗന്ദര്യം പ്രദാനം ചെയ്യുന്നു. രാജ്യത്തിൻ്റെ തെക്ക് ഭാഗം ഏകദേശം 1000 കിലോമീറ്റർ മരുഭൂമി ഉൾക്കൊള്ളുന്നു. പർവ്വതനിരകളാൽ മനോഹരവും ഫലഭൂയിഷ്ഠമായ സമതലങ്ങൾ കൊണ്ട് സമൃദ്ധവുമാണ് മൊറോക്കോ. മെഡിറ്ററേനിയൻ കടലിന് സമാന്തരമായി വടക്കൻ മൊറോക്കോയിൽ റിഫ് പർവ്വതനിരകൾ വ്യാപിച്ചു കിടക്കുന്നു. ഗ്രീക്ക് ടൈറ്റാൻ അറ്റ്ലസിൻ്റെ പേരിലുള്ള അറ്റ്ലസ് പർവ്വതനിരകൾ മൊറോക്കോ, അൾജീരിയ, ടുണീഷ്യ എന്നീ രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. മൊറോക്കോയിൽ അറ്റ്ലാന്റിക് തീരത്തുള്ള സമതലങ്ങളെയും സഹാറ മരുഭൂമിയെയും അറ്റ്ലസ് പർവ്വതം വേർതിരിക്കുന്നു. കാസബ്ലാങ്ക, റബാത്ത്, മാരക്കേഷ്, ഫേസ്, ടാൻജിയർ, അഗാദി, മെക്കനസ് എന്നിവയാണ് പ്രധാന നഗരങ്ങൾ. ഇതിഹാസധീരനായ ഹെർക്കുലീസിൻ്റെ ഗുഹകൾ ജിബ്രാൾട്ടർ കടലിടുക്കിന് സമീപം സ്ഥിതി ചെയ്യുന്ന ടാൻജിയറിലാണ്. മൊറോക്കോയുടെ ചരിത്രം സമ്പന്നവും പ്രചോദനാത്മകവുമാണ്. AD 859 സ്ഥാപിതമായ ഫേസിലെ അൽ ഖറാവിൻ സർവകലാശാല ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തുടർച്ചയായി പ്രവർത്തിക്കുന്ന സർവകലാശാലയായി യുനെസ്കോയും ഗിന്നസ് വേൾഡ് റെക്കോർഡ്സും അംഗീകരിച്ചിട്ടുണ്ട്. ടാൻജിയറിൽ ജനിച്ച ലോകപ്രശസ്ത സഞ്ചാരി ഇബ്ൻ ബത്തൂത്ത തൻ്റെ രാജ്യത്തെ വിശേഷിപ്പിച്ചത് പഴങ്ങളാൽ സമൃദ്ധവും ഒരിക്കലും തീരാത്ത പോഷകസമൃദ്ധമായ ഭക്ഷണം ലഭിക്കുന്ന ഏറ്റവും മികച്ച രാജ്യം എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഖബർ ടാൻജിയറിലെ പഴയ മദീനയിൽ സ്ഥിതി ചെയ്യുന്നു. 14-ാം നൂറ്റാണ്ടിൽ 1333 മുതൽ 1347 വരെ ഇബ്ൻ ബത്തൂത്ത ഇന്ത്യ സന്ദർശിച്ചിരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കൊല്ലം എന്നിവിടങ്ങളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു. കേരളത്തിൻ്റെ കാർഷിക സമൃദ്ധിയിൽ ആകൃഷ്ടനായ അദ്ദേഹം ജനങ്ങളുടെയും രാജാക്കന്മാരുടെയും പെരുമാറ്റത്തിൽ വളരെ മതിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. പരവതാനികൾ, തുകൽ, കളിമൺ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ട രാജ്യമാണ് മൊറോക്കോ. ഒരു ഔഷധ സസ്യമായ പുതിന, മിൻറ്റ്, ഭക്ഷണത്തിലും പരമ്പരാഗത വൈദ്യത്തിലും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ആതിഥ്യ മര്യാദയുടെയും സൗഹൃദത്തിൻ്റെയും ദേശീയ പ്രതീകമാണ് മൊറോക്കോയിൽ പുതിന ചായ. ലോകത്തിലെ ഫോസ്ഫേറ്റ് ശേഖരത്തിൻ്റെ 70%-ലധികവും ഈ രാജ്യത്താണ്. ആഗോള കൃഷിക്കും ഭക്ഷ്യസുരക്ഷയ്ക്കും അത്യന്താപേക്ഷിതമാണല്ലോ ഫോസ്ഫേറ്റ്. ഫോസ്ഫേറ്റിൽ നിന്നുള്ള വരുമാനം അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം, കായിക വികസനം തുടങ്ങിയ മേഖലകളിൽ ചെലവഴിക്കപ്പെടുന്നു. നാഷണൽ ഫുട്ബോൾ ട്രെയിനിങ് ഫണ്ടിൻ്റെ നെടുംതൂണാണ് ഗവൺമെൻറ് ഫെർട്ടിലൈസർ കമ്പനി. ലോകകപ്പിൻ്റെ ആദ്യ റൗണ്ട് കടന്ന ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യമാണ് മൊറോക്കോ 1986-ൽ. 2022-ൽ സെമി ഫൈനലിൽ എത്തുന്ന ആദ്യത്തെ ആഫ്രിക്കൻ അറബ് രാഷ്ട്രമായി അവർ ചരിത്രം സൃഷ്ടിച്ചു. 2026ഓടെ മൊറോക്കോ ഫിഫയുടെ മികച്ച 10 ടീമിൽ ഒന്നായിട്ടാണ് ലോകകപ്പിൽ പ്രവേശിച്ചത്. റെക്കോർഡ് 11 ഗോളുകളുമായി ക്വാർട്ടർ ഫൈനലിൽ എത്തിച്ചേർന്നു. അറ്റ്ലസ് ലയൺസ് എന്നറിയപ്പെടുന്ന ഈ ടീം തീർച്ചയായും പർവ്വതനിരകളുടെ ആത്മാവിനെയും ബർബറി സിംഹങ്ങളുടെ ഗാംഭീര്യത്തെയും
ഉൾക്കൊള്ളുന്നു. 2030 ഫുട്ബോൾ ലോകകപ്പിന് മൊറോക്കോയും പോർച്ചുഗലിനും സ്പെയിനിനുമൊപ്പം ആതിഥേയത്വം വഹിക്കും. ഫിഫയുടെ ആഫ്രിക്കൻ ഓഫീസ് തലസ്ഥാന നഗരമായ റബാത്തിലാണ്. ഒരു അറബ് ഇസ്ലാമിക രാഷ്ട്രത്തിൽ നിന്ന് ആദ്യമായി ഒളിമ്പിക് സ്വർണം നേടിയത് മൊറോക്കോയിലെ നവൽ എൽ മുട്ടവക്കിൽ ആണ്. 1984 400 മീറ്റർ ഹർഡിൽസ്. ഇന്ത്യ മൊറോക്കോയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ ശക്തമായി പിന്തുണച്ചിരുന്നു. 1956 സ്വാതന്ത്ര്യം നേടിയ ഉടനെ തന്നെ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. മൊറോക്കോയുടെ അധീനത്തിലുള്ള പശ്ചിമ സഹാറയെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഇന്ത്യ അംഗീകരിച്ചപ്പോഴും മൊറോക്കോ ഇന്ത്യയുമായി ഊഷ്മളമായ ബന്ധം തുടർന്നു. ഓട്ടോമൊബൈൽ, പ്രതിരോധം, ഫാർമസ്യൂട്ടിക്കൽസ് എന്നീ മേഖലകളിൽ 40-ലധികം ഇന്ത്യൻ കമ്പനികൾ ഇപ്പോൾ മൊറോക്കോയിൽ പ്രവർത്തിക്കുന്നു.